ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എത്ര കാലത്തിന് ശേഷമാണ് ഈ മൈൻക്രാഫ്റ്റ് ഇങ്ങനെ തൊട്ട് നടക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു മാസങ്ങളായിട്ടുണ്ടാവും നമ്മൾ ലാസ്റ്റത്തെ വീഡിയോ ഇറക്കിയിട്ട്. സോ ഇന്ന് ഞാൻ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് ഒരു കാര്യം, ഇതൊരു മൈൻക്രാഫ്റ്റ് സീരീസ് ആയിരിക്കും. അതായത് നമ്മൾ പുതിയ വേൾഡൊക്കെ തുടങ്ങി അവിടെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് ആ രീതിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വേറെ കാര്യത്തിലോട്ട് എടുക്കാം. ഇതെന്താ ലോഡാവാത്ത പഠിച്ചോനെ. അപ്പോൾ ഗൈസ് നമ്മളൊരു വേൾഡിൽ എത്തിപ്പെട്ടു. ഇതെന്താ ബ്രോക്കൺ നെതറതല്ലേ അത്. നമുക്ക് എന്തായാലും അവിടേക്ക് പോയേക്കാം. അവിടെ വലിയൊരു കേവ് ഞാൻ കാണുന്നു. എത്തിപ്പെട്ട് ഇവിടെ നമുക്ക് ചെസ്റ്റൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നതിൻ്റെ മുമ്പ് മോനെ അവിടെ നോക്കിട്ടാ. വലിയ വേണ്ട, പിന്നെ വേണ്ട, ഇവരെ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് വൈറ്റ് ആവേണ്ടത്. വൈറ്റ് അതവിടെ. അതിന് മുമ്പ് ഇതെങ്ങനെ ഇതിന് കയറിയ പ്രശ്നമല്ലേ. അവിടെ കുറച്ച് സീനാവാണ്ട. ഗോൾഡൻ ബ്ലോക്ക് ഉണ്ട് ഇവിടെ. ഇവിടെ ചെസ്റ്റ് കിട്ടിയിരിക്കുകയാണ് നമുക്ക്. ചെസ്റ്റിൽ എന്തൊക്കെയുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷവല് കിട്ടി, പാൻറ്റ്, ട്രൗസർ എല്ലാം കിട്ടി. ദാറ്റ്സ് ഗുഡ് ആക്ച്വലി. പിന്നെ ഈ ലോഡ്സ്റ്റോൺ പറഞ്ഞൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ലോഡ്സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഈ നെതറിപ്പോൾ കൊണ്ടുപോകണ്ടല്ലേ. ഇപ്പോൾ എന്തായാലും ഒരു വില്ലേജ് തപ്പണം. അപ്പോൾ വില്ലേജ് തപ്പിയിട്ട് നമുക്ക് കാണാം. അതാ ഗൈസ്, ഇവിടെ എത്തിയിരിക്കുന്നു. നമ്മൾ വില്ലേജിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതെന്താ എയറിലൊക്കെ കാണുമ്പോഴോ അപ്പോൾ തീർന്നേനെ. അപ്പോൾ നല്ലൊരു വില്ലേജാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കൂടെ ഇറങ്ങാം. ഓക്കെ ഹെയിലോട്ട് ചാടിയോണ്ട് ഡാമേജ് ഒന്നും പറ്റിയില്ല. എന്തായാലും ഇനി നമുക്ക് ഇവിടെ കുറേ ഊറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പച്ചറച്ചോനാണ് ജീവിച്ച് പോണത്. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതാണ് അവിടെ ചെസ്റ്റ് കാണുന്നു. ആപ്പിളുടെ ഒരു കൂമ്പാരം. ആപ്പിളുടെ ഒരു കൂമ്പാരമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഒരു 18 ആപ്പിൾ നമുക്ക് ഇവിടുന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ വീടും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ വില്ലേജർമാർ വീടെടുത്ത് പോകുമ്പോൾ അതൊരു നല്ലൊരു ശീലമല്ലല്ലോ. അപ്പോൾ ആ രീതിക്ക് നോക്കുമ്പോൾ ഞാൻ കുറച്ച് മരമൊക്കെ വെട്ടേണ്ടി വരും. പക്ഷേ ഇവിടെ ഫുൾ ഈ മരമാണ്, അതാണ് എനിക്ക് പറ്റാത്തത്. ആ സൈഡിൽ പോകുമ്പോൾ രാത്രി കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കാം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു ദിവസം വില്ലേജിനെ വെട്ടുന്നതിൽ തെറ്റില്ല. ഓക്കെ കിടക്കൂ. എടാ രാത്രി തന്നെയാടാ. അയ്യായി ഒന്ന് പെട്ടെന്ന് അവിടെ കൂടിയ ഇവിടേക്കെന്തില്ല പോടാ. എടാ അത് രാത്രി ആയില്ലേ. ഇവിടെ അല്ല വിട്ടോ. ഇവിടെ ഞാൻ ഭരിക്കും. എന്തൊരു പൊട്ടന്മാരായിരിക്കണം. കയ്യിൽ പൂവൊക്കെ ഉണ്ടല്ലോ. വേറെ പ്രപ്പോസ് ഇറങ്ങിക്കാണ്. അങ്ങനെ ഉറങ്ങി എണീച്ച് രാവിലെ ആയിരിക്കുകയാണ്. ഹലോ എവരിവൺ. ഹലോ. വില്ലേജ് ഫുൾ ടോർച്ച് കുത്തിയിട്ട് ആ പരിപാടിയൊക്കെ കാട്ടണം. ഇവിടെ കേവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ ക്രീപ്പറൊന്നും ഇല്ലല്ലോ. ഇനി പറയാൻ പറ്റില്ല. ക്രീപ്പറൊക്കെ ബാക്കിൽ നിന്ന് പെട്ടെന്ന് പൊട്ടും. അങ്ങനെയും പ്രശ്നങ്ങളുണ്ടാവും. അവിടെ കേവ് ഉണ്ട്. ഇവിടെ വലിയ പുഴയുണ്ട്. ഇതിലൊരു നല്ല സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെയൊക്കെയാണ് ചിലപ്പോൾ ക്രീപ്പർ ഉണ്ടാവുക. കുറച്ച് മരമാണല്ലോ. മരപ്പണി ഒപ്പിച്ച ഈ മരം എനിക്ക് പറ്റൂല. തൽക്കാലം ഇപ്പം ആ മരം ഉപയോഗിച്ച് പോകേണ്ടി വരും. വേമ്പാട കുട്ടിക്കളി സമയമില്ല. അവിടെ കയ്യിൽ സോഡൊക്കെ ഉണ്ട്, പക്ഷെ കളയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അല്ലിപ്പനൊക്കെ തൽക്കാലം ഇപ്പം നമുക്ക് ഈ മരം ഉപയോഗിക്കാം. വേറെ പരിപാടി നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. ഇതെന്താ ഈ ഷേപ്പൊക്കെ മരത്തിൻ്റെ ഷേപ്പാണ്. കിടക്കണ വരെ നിൽക്കണം. അപ്പം നമുക്ക് മരം വെട്ടിയിട്ട് കാണാം. 15 മരം കിട്ടി. നമുക്ക് ഇത്രയൊക്കെ മതി. ഇപ്പം തൽക്കാലം ഇത്ര മതി. ഇത്രയും മതി. അപ്പം നമുക്കിനി സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ പോയിക്കാണ്. ഈ ബ്ലോക്ക് ഇഷ്ടമല്ല, ഈ കളറൊക്കെ ഇഷ്ടമല്ല. അപ്പം കുറേ സംഭവങ്ങൾ ഉണ്ടാക്കാനുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ നോക്കണം. നമുക്ക് നമ്മളെ വില്ലേജ് പോയിട്ട് ഇതൊക്കെ ചെയ്യാം. ഇതെന്ത് വീട്? കുഴപ്പമില്ല. ഞാൻ ചെറിയൊരു കുഞ്ഞു വീടാണിത്.
തൽക്കാലം ഇതാണ് നമ്മൾ ഇവിടെ സ്റ്റേ ആക്കാം. അതായിരിക്കും നല്ലൊരു തീരുമാനം. പറയാമത്തെ എന്താണ് നമുക്ക് വേണ്ടത്? ഓക്കെ, കുറച്ച് അയണല്ല അയൺ വേണ്ടി വരും. കുറച്ചിത് പിന്നെ ഒരു സോഡൊക്കെ ഒന്ന് മതി. പിക്കാക്സാണ് മെയിൻ. പിക്കാക്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറേ കുഴി തോണ്ടാനുണ്ട്. എവിടേക്കൊക്കെ പോവാം. കുറേ കല്ല് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കല്ലിന്ന് തുടങ്ങാം. കല്ലുകൊണ്ട് നമുക്ക് വീടൊക്കെ ഉണ്ടാക്കാണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് നല്ലൊരു പരിപാടി. ഇപ്പോൾ കുറേ കല്ല് വെട്ടിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് കല്ലൊക്കെ എടുത്തിട്ട് വെട്ടി പീസാക്കിയിട്ടുണ്ട്. 30 കല്ലുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ പക്ഷെ നമുക്കൊരു ചെറിയ കുടിൽ പണിയാൻ അത്ര മതി. ഏതാണ് ഈ കൊച്ചുഫുണ്ട? ഹലോ ഹലോ, അണ്ടിപ്പരിപ്പിൻ്റെ വലിപ്പമുള്ളൂ എന്നിട്ട് കടന്ന് ഇറങ്ങിക്കണോ? അപ്പോൾ നമ്മളെ കുടിലെവിടെ പണിയും എന്നുള്ളതിൽ ചെറിയൊരു സംശയം ഞാൻ കാണുന്നു. എവിടെ പണിയും? തേനീച്ചക്കണ്ട 2 അടി എടുത്താലോ? വേണ്ട, പ്രശ്നമാവും. എന്താ ഫുൾ പേരൊക്കെ അവിടെയും ഇവിടെയാണ്. അപ്പോൾ നമുക്ക് മൂള് പോയി കെട്ടിയാലോ? നമ്മൾ രാജാക്കന്മാരതാണ്. മുകളിലാണ് നമ്മളെ കുടി. ഓക്കെ, അങ്ങനെ മുകളിലാണ് നമ്മളുടെ രാജകൊട്ടാരം എന്ന് പറയാനൊന്നുമില്ല, ആയിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ഉണ്ടാക്കിയിട്ട് തള്ളാം. എനിക്ക് പിന്നെ വലിയ ഡിസൈനൊന്നും ചെയ്യാൻ എനിക്കറിയില്ല. അതും ഒരു പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് സർഫസ് ആക്കണം, എന്നാലേ നമുക്ക് പരിപാടികളൊക്കെ നടക്കുള്ളൂ. ഇവിടെ നിന്നാണ് വില്ലേജ് നേരെ കാണുന്നുമില്ല. അത് വേറെ പ്രശ്നം. എനിക്ക് തോന്നുന്നതിന് ഇവിടെ ആയിട്ടുണ്ടാക്കുന്നതിൽ കുഴപ്പമുണ്ടാവില്ലല്ലേ? ഇവിടെ ഉണ്ടാക്കുന്നതിൽ കുഴപ്പമുണ്ടാവില്ല. ഇവിടെ പക്ഷെ സ്ഥലമല്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീടുണ്ടാക്കുന്ന എപ്പിസോഡ് അടുത്തതായിരിക്കും. പാർട്ട് 2 നമ്മൾ വീടുണ്ടാക്കുന്നത്. അപ്പോൾ പാർട്ട് 2